എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യയ്ക്കൊക്കെ വിളമ്പുന്ന അടപ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കിലോയോളം ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ശർക്കരയെല്ലാം പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി വേവിക്കാനായിട്ട് വെക്കാം. നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവേ. അങ്ങനെ ചവ്വരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അട വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. NSൻ്റെ അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാമിൻ്റെ. വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയുടെ അടയാകുമ്പോൾ ഇതിന് വലിയ വേവില്ല. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതേപോലെ പച്ചവെള്ളത്തിലേക്കാണ് ഞാൻ കോരിയിടുന്നത്. അപ്പോൾ അടയൊന്ന് വെന്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതളായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ മൊത്തം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ അടയുടെ ആദ്യത്തെ വെള്ളം ഞാൻ അങ്ങ് ഊറ്റിക്കളഞ്ഞു. പിന്നെ രണ്ടാമത് ഒഴിച്ചിട്ടാണിത്. അപ്പോൾ അങ്ങനെ പച്ചവെള്ളത്തിനകത്ത് നല്ലവണ്ണം ഇതായിട്ട് കിടക്കും. അപ്പോൾ ഇനി ഉരുളി വെച്ചിട്ടുണ്ട് അടപ്പത്ത്. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാൻ ഉരുക്കിയെങ്കിലും മൊത്തവും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഒരുപാട് മധുരം വേണമെന്നാണെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം, വേവിച്ച് വെച്ച അട. എന്നിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് 3-ാം പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുടെ പാലാണ് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചവ്വരി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം എല്ലാം കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടിയും ചുക്കുപൊടിയും വേണമെന്നവർ ചേർത്താൽ മതി, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി എടുക്കാം. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല ഇതെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട്. പായസം എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1-ാം പാൽ ചേർത്ത് കൊടുക്കുവാണ്. അതിന് ശേഷം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ താഴെ ഇറക്കി വെച്ച് സ്റ്റൗവിൽ നിന്ന്. പായസം എല്ലാം നല്ല ഇതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാനടപ്പത്ത് വെച്ച് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം, എത്ര അളവിനനുസരിച്ച്. ഞാൻ ഇവിടെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എള്ള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ലൊരു ഇതായിരിക്കും പായസത്തിന്. അങ്ങനെ മുന്തിരിങ്ങ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എള്ള് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം എല്ലാം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.